അല്ല, അപ്പൊ നീ അമ്പലത്തിൽ പോകാൻ വരുന്നില്ലേ? ആ തന്നെത്താനങ്ങ് പോയാ മതി. ഇനി ഒരിടത്തേക്ക് പോവാനും സന്ദീപ് എന്നെ വിളിക്കണ്ട. മാറങ്ങോട്ട്. എന്തൊക്കെ പറഞ്ഞാലും സന്ദീപ് നന്ദേട്ടനും ചെയ്തത് ശരിയായില്ല. നന്ദേട്ട അങ്ങനെ ചെയ്യുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷയല്ല. ഒരു നല്ല വിഷുവായിട്ട് അവളെ കരയിച്ചില്ലേ? എന്തൊക്കെ പ്രതീക്ഷകളോടെയാ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത്. നന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. ഒരാളോട് എന്തെങ്കിലും ഒരു ശത്രുത തോന്നിയ പിന്നെ അതിന്ന് പിന്നെ ഒട്ടും മാറില്ല. സന്ദീപ് നന്ദേട്ടൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. നന്ദേട്ടന്റെ നിഴല അവൻ എപ്പോഴും. ധനുഷു സ്നേഹം വരുന്നില്ല എന്ന് പറഞ്ഞതാ. ഞാനാ അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒടുവില് അതിങ്ങനെയായി. ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? നന്ദേട്ടനെ തിരുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. സന്ദീപിനാണെങ്കിൽ വാശി കൂടുതലുമാണ്. ഇനിയിപ്പോ നീ വിചാരിച്ച മാത്രമേ എന്തെങ്കിലും നടക്കൂ. സഹോദരങ്ങൾ തമ്മിൽ എല്ലായിടത്തും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. ഇതുപോലെ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചെന്നും വരും. എന്ന് വെച്ച് മരണം വരെ ആരും ആ ശത്രുത കൊണ്ട് നടക്കില്ല. ജീവിതം അങ്ങനെ ശത്രുത കൊണ്ട് നടക്കാനുള്ളതുമല്ല. ഇതൊക്കെ ഈ നന്ദേട്ടൻ ഇനി എന്ന് മനസ്സിലാവാനാ? സത്യത്തില് അവള് കരഞ്ഞോണ്ട് പോകുന്ന കണ്ടപ്പോ എനിക്കും സങ്കടം തോന്നി. സച്ചേട്ടാ, ധനുഷിനെ അവള് കല്യാണം കഴിക്കുന്നതിൽ ഞാനും എതിർത്തിട്ടുണ്ട്. കല്യാണം തടയാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുമുണ്ട്. സ്നേഹയോട് എതിർത്ത് സംസാരിക്കുന്നതിന്റെ പരമാവധി എതിർത്ത് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ സച്ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. അച്ഛന് സ്നേഹ ജീവന. അവളോട് ആരെങ്കിലും മുഖം കറുത്തൊരു വാക്ക് സംസാരിക്കുന്നത് പോലും അച്ഛന് ഇഷ്ടമല്ല. എന്തായാലും അവൾ അവനെ വിവാഹം കഴിച്ചു. ഇനി അവരുടെ വിധി അവരനുഭവിക്കട്ടെ. ഇപ്പൊ ധനുഷ് സ്നേഹയുടെ ഭർത്താവാ. സച്ചേട്ടനെ ആരെങ്കിലും അപമാനിച്ച എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയല്ലേ അവക്കും. ഏതൊരു പെണ്ണിനും സ്വന്തം ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. അതിപ്പോ എത്ര ദുഷ്ടനായാലും ശരി. താൻ ചെന്ന് അവളോട് രണ്ട് നല്ല വാക്ക് സംസാരിക്കണം. അതവക്കൊരു ആശ്വാസമാവും. സന്ദീപ് കൈനീട്ടം കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് അവളുടെ കയ്യിൽ കൊടുക്കാതെ ആ താലത്തിലേക്ക് തിരികെ ഇട്ടപ്പോ സത്യം പറഞ്ഞ എന്റെ ചങ്കിടിച്ചുപോയി. ഞാനായിരുന്നെങ്കിൽ അവിടെ ബോധം കെട്ട് വീണാന്. അവളുടെ ഏട്ടനല്ലേ? ഏട്ടനെന്ന് പറഞ്ഞ ആരാ? അച്ഛന് തുല്യല്ലേ? സന്ദീപിനെ തിരുത്തുക എന്ന് പറഞ്ഞാൽ അതിപ്പോ നടക്കും തോന്നില്ല. എന്തായാലും നേരം വിളിക്കട്ടെ. ഞാൻ അവളോടൊന്ന് സംസാരിക്കാൻ സച്ചേട്ടാ. ഈ സന്ദീപിന്റെ ഒരു കാര്യം